ഫ്രണ്ട്സ്, നിങ്ങൾ രാവിലെ കണ്ണ് തുറന്ന് ഉടനെ ചെയ്യുന്ന ഫസ്റ്റ് കാര്യം എന്തായിരിക്കും? എല്ലാവർക്കും ഒരുപോലെ തന്നെയായിരിക്കും. ഇന്നത്തെ ഈ ലോകത്ത് എല്ലാവരും ആദ്യം എണീച്ചാൽ തന്നെ ആദ്യം ചെയ്യുന്ന കാര്യം ഫോൺ നോക്കുക എന്നായിരിക്കും. നിങ്ങൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് ഇതൊരു പതിവായിട്ട് മാറിയിട്ടുണ്ട്. ആദ്യം എന്താണ് ചെയ്യുന്നത്? ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ കാണുന്നു, അല്ലെങ്കിൽ ഒരു മെസ്സേജ് കാണുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും മെസ്സേജ് നമുക്ക് നോക്കാനായിട്ട് ആഗ്രഹമുണ്ട്. രാവിലെ എന്തൊക്കെയാണ് നമ്മുടെ പുതിയ വർത്തമാനങ്ങൾ, അല്ലെങ്കിൽ ഒരു റീൽ കാണുക എന്നൊരു ജസ്റ്റ് ഒരു തോന്നലിൻ്റെ പുറത്തായിരിക്കും ഇവയെല്ലാം ചെയ്യുന്നത്. ഇവയെല്ലാം ചെറിയ കാര്യങ്ങളാണ് എന്നുള്ള ചെറിയ തോന്നലിലായിരിക്കും തുടങ്ങുന്നത്. അതായത് ചെറിയ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കി നിർത്താം എന്നുള്ള ചിന്തയിലായിരിക്കും നമ്മൾ ഇത് തുടങ്ങുന്നത്. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ ബ്രെയിനിലൊരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ സ്മാർട്ട് ഫോൺ എങ്ങനെ ബാധിക്കുന്നു, ഇതെങ്ങനെ അഡിക്ഷൻ ആകുന്നു, അതിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നിന്ന് പുറത്തു വരാൻ എങ്ങനെയാണ്, പ്രിവെൻഷൻ മെത്തേഡുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കുന്നത് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കാം. ബ്രെയിൻ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന്. അതായത് നമ്മുടെ ബ്രെയിൻ വളരെ ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് തന്നെ അറിയാമായിരിക്കും. ഇത് ഇത്രയും നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ, ഇത്രയും നമ്മുടെ പല സമയങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ സ്മാർട്ടാണെന്ന് നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതൊരു സ്മാർട്ടായിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. നമ്മുടെ ബ്രെയിൻ അതുകൊണ്ട് തന്നെ വളരെ സ്മാർട്ടാണ്. അത് എളുപ്പത്തിൽ ട്രിക്ക് ചെയ്യാവുന്നതുമാണ്. അതുകൂടി ഓർത്തിരിക്കുക. നമ്മൾ ഏതെങ്കിലും പുതിയത് കാണുമ്പോൾ, അല്ലെങ്കിൽ സന്തോഷം തരുന്ന എന്തെങ്കിലും അനുഭവിക്കുമ്പോൾ ബ്രെയിൻ ഒരു റിവാർഡ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യും. നിങ്ങളുടെ കയ്യിൽ ഒരു ടോക്കൺ തരികയാണെന്ന് വിചാരിക്കുക. അതായത് ഒരു റിവാർഡ് ടോക്കൺ നിങ്ങൾക്ക് തരികയാണ്. ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക്, സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റിവാർഡ് ടോക്കൺ തരും. ഇതിൻ്റെ പ്രധാന ഭാഗമായിട്ട് നമ്മൾ പറയുക ഡോപ്പമിൻ റിലീസാണ്. അതായത് ഒരു ഡോപ്പമിൻ റിലീസ് ചെയ്യും. ആ ഡോപ്പമിനാണ് നമുക്ക് കിട്ടുന്ന ടോക്കൺ. ഓക്കെ, ഇതോർത്ത് വെച്ചിരിക്കാം. ഇത് നമ്മളെ ആ പ്രവൃത്തി വീണ്ടും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. അതായത് ആ പ്രവൃത്തി വീണ്ടും ചെയ്യാനായിട്ട് ഈ പ്രവൃത്തി കൊണ്ട് പ്രേരിപ്പിക്കും. എന്താണ് ആ പ്രവൃത്തി? ആ ഡോപ്പമിൻ റിലീസാണ് ആ പ്രവൃത്തി കൂടുതലായിട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സ്മാർട്ട് ഫോൺ ഈ സിസ്റ്റത്തെ ഹൈജാക്ക് ചെയ്യുന്നു. നമ്മൾ സാധാരണ സ്വാഭാവികമായി ചെയ്യുമ്പോൾ കിട്ടേണ്ട ഒരു സംഭവം, അതാണ് ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചെയ്യുമ്പോൾ, ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു വ്യായാമം ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ, നല്ലൊരാളെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷത്തെ ഹൈജാക്ക് ചെയ്യുകയാണ് ഈ ഡോപ്പമിൻ ലൂപ്പ്, ഈ അഡിക്ഷൻ ചെയ്യുന്നത്. നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ സ്ക്രോൾ ചെയ്യുമ്പോൾ എല്ലാ പോസ്റ്റും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക് അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഫണ്ണി വീഡിയോ, ഒരു ലൈക്ക്, ഒരു മെസ്സേജിന് വേണ്ടി. ഇത് അൺപ്രഡിക്റ്റബിലിറ്റി ആണ് എന്നാണ് നമ്മൾ പറയുക. ഇത് ഒരു കാസിനോ ഗെയിം പോലെയാണ്. എന്താണ് കാസിനോ ഗെയിമിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? അഡിക്റ്റീവാണ്. നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് റിവാർഡ് കിട്ടാൻ പോകുന്നില്ല. ആക്ച്വലി നമ്മൾ ഗെയിം കളിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ആദ്യം കുറച്ച് തുക തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിവാർഡ് തരും. പക്ഷേ അത് കൂടി പോകുന്തോറും അതിൽ നിന്നുള്ള റിവാർഡുകൾ കുറഞ്ഞ് നമുക്കൊന്നും കിട്ടാതെ വരും. അപ്പം നമ്മളതിൽ കൂടുതൽ അഡിക്റ്റീവ് ആവും. കാരണം നമുക്ക് അതിൽ നിന്ന് റിവാർഡ് കിട്ടണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ സ്ക്രോൾ എങ്ങനെയായിരിക്കും? ഈ അൺപ്രഡിക്റ്റബിലിറ്റിയാണ് ഡോപ്പമിൻ ലൂപ്പ് സൃഷ്ടിക്കുന്നത്. അതായത് നിങ്ങൾ ഫോൺ റിപ്പീറ്റബിളായിട്ട് പരിശോധിക്കാൻ തുടങ്ങും, സമയം നഷ്ടപ്പെടും. 5 മിനിറ്റ് എന്നുള്ളത് 1 മണിക്കൂറാവും. ഇത് ബിഹേവിയറൽ അഡിക്ഷൻ ആണ്. ഇതാണ് ബിഹേവിയറൽ അഡിക്ഷൻ. നിങ്ങളുടെ അറ്റൻഷൻ സ്പാനിന് ഇത് വളരെയധികം നാശമുണ്ടാക്കും. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു ക്ലാസ്സിൽ ഇരിക്കുകയായിരിക്കും. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ദീർഘനേരമുള്ള ഒരു കോൺസെൻട്രേഷൻ വളരെയധികം കുറയും. നിങ്ങളൊരു 15 സെക്കൻഡ് റീൽ മാത്രം കാണുന്നുണ്ടെങ്കിൽ ബ്രെയിൻ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇതിൻ്റെ ഫലം എന്തായിരിക്കും? ഒരു ദീർഘകാല കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് കുറയും.
ഡീപ്പ് വർക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങളൊരു എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഈ കുഞ്ഞിലേക്ക്. പക്ഷേ ഇപ്പം നിങ്ങളുടെ ആഗ്രഹം വളരെയധികം കുറഞ്ഞ് വരും. പിന്നെ സംഭവിക്കുക, പഠനത്തിൽ ശ്രദ്ധ കുറഞ്ഞു വരും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള പാർഷ്യൽ അറ്റൻഷൻ എന്നൊരു അവസ്ഥ കുറഞ്ഞു വരും. അതെന്താണ് സംഭവം എന്നല്ലേ, ഒരേ സമയം പല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ഒന്നിലും ഫുൾ ഫോക്കസ് ഇല്ല. അതായത് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യും, പക്ഷേ ഒന്നിലും ഫുൾ ഫോക്കസ് കിട്ടത്തില്ല. അതാണ് ഒരു കാര്യം. ഇത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റീനെ വളരെയധികം തകർക്കുന്നൊരു സംഭവമാണ്. അത് മനസ്സിലാക്കി വയ്ക്കുക. ഇത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ തകർക്കും. ഇവിടെ നിങ്ങൾ അടുത്ത കാര്യം ഓർമ്മിക്കേണ്ടത് മെമ്മറി ബ്രെയിൻ ഡിക്ലൈൻ ആണ്. നമ്മൾ ഇനി ഓർമ്മിക്കാൻ ശ്രമിക്കുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യും. നമ്മൾ ഒരു കാര്യം എനിക്കിപ്പം ഓർമ്മ കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുകയാണ്, എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല, അപ്പം ഞാൻ എന്താ ചെയ്യുക, പെട്ടെന്ന് പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഓക്കെ, എനിക്ക് കിട്ടി, ഗൂഗിൾ കിട്ടി. അപ്പം പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതില്ല. അപ്പം നിങ്ങളെ ഒരു ന്യൂറോൺ അവിടെ നശിക്കുകയാണ്. നിങ്ങൾ എന്നോ ഒരു കാലത്ത് ഓർമ്മിച്ച് വെച്ചിരുന്ന ആ ഒരു ന്യൂറോൺ, നിങ്ങൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ആ ന്യൂറോൺ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആക്ച്വലി നിങ്ങൾ ആ സ്റ്റോറിങ് നിങ്ങളുടെ വേറെ ഒരു ആളുടെ ഹെൽപ്പോടെ കൂടി ചെയ്തപ്പോഴത്തേക്ക് അതിനെ ആവശ്യമില്ലാന്ന് ബ്രെയിൻ ചിന്തിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ന്യൂറോണിൻ്റെ വളർച്ച അല്ലെങ്കിൽ ന്യൂറോൺ സ്റ്റോർ ചെയ്ത് ചെയ്യുന്ന നശിക്കുകയാണ്. ഇത് ഗൂഗിൾ എഫക്റ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ അംനേഷ്യ എന്നാണ് സാധാരണ പറയുന്നത്. ഇനി ബ്രെയിൻ പറയുന്നത് ഇതൊരു എക്സ്റ്റേണൽ സ്റ്റോറേജ് ഉണ്ട്, അത് ഓർമ്മിക്കേണ്ടതില്ല എന്ന് പറയും. അപ്പോൾ എന്താ ചെയ്യുക, മെമ്മറി കപ്പാസിറ്റി, അതായത് ബ്രെയിനിൻ്റെ മെമ്മറി കപ്പാസിറ്റി കുറയും, ക്രിട്ടിക്കലായിട്ടുള്ള തിങ്കിങ്ങും കുറയും. ഇനി ഡീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എന്താണത്? ഫോൺ ഉപയോഗം ഉറക്കത്തെ നേരിട്ടാണ് ബാധിക്കുന്നത്. അതെന്താണ് കാരണം? ബ്ലൂ ലൈറ്റാണ് മെലാറ്റോണിനെ തടയുന്ന സംഭവം എന്ന് ആധുനികമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനുള്ള കാര്യം ഗ്രേ സ്കെയിലായിട്ടുള്ള ഇപ്പോൾ മോഡുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് ഫിൽറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ ഇട്ട് ഇത് ചെയ്യാന്ന് പറയാം. ഈ മെലാറ്റോണിൻ എന്ന് പറയുന്നത് ഒരു സ്ലീപ്പ് ഹോർമോണാണ്. അപ്പോൾ ഉറങ്ങാനുള്ള വൈകുന്നത് കൊണ്ട് നമ്മുടെ ഡീപ്പ് സ്ലീപ്പ് അത് കുറയ്ക്കുകയും ചെയ്യും. ബ്രെയിൻ ഡീറ്റോക്സ് നടക്കില്ല. അതുകൊണ്ട് തന്നെ ബ്രെയിൻ ഫോഗ് ഉണ്ടാവും, ടയർഡ്നെസ് ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും. ഇനി മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവും. മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഇതുപോലെ ഉണ്ടാവും. ഇത് സോഷ്യൽ മീഡിയയുടെ അഡിക്ഷൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലമായിട്ട് ഇന്നത്തെ കാലത്ത് കാണുന്നതാണ്. നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ റീൽസിൽ എന്തായിരിക്കും നിങ്ങൾ കാണുന്നത്? കൂടുതലും റീൽസിലൊക്കെ കാണുന്നത് ഒരു റിയൽ സ്ട്രഗിൾ ആയിരിക്കും. ഒരു മാച്ചിങ് ആയിട്ട് നിങ്ങളുടെ ജീവിതമായിട്ടുള്ള ഒരു മാച്ചിങ്ങും അല്ലാത്ത കുറേ കാര്യങ്ങളായിരിക്കും കാണുന്നത്. അത് നിങ്ങളുടെ വലിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് ഒരുപാട് വഴിവെക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു നല്ല റീൽ കാണുമ്പോൾ അല്ലെങ്കിൽ സന്തോഷമുള്ള റീൽ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവും. ഒരു മോശം റീൽ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാവും. ഒരു സങ്കടം ഉണ്ടാകുമ്പോൾ സങ്കടമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മനസ്സ് അതുമായിട്ട് ക്രമീകരിക്കാൻ തുടങ്ങും. അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുകൂടാതെ ഫോമോ, അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഡോപ്പമിൻ ക്രാഷ് ഉണ്ടാവും. അപ്പോൾ ഡോപ്പമിൻ ക്രാഷ് ഉണ്ടാകുമ്പോൾ ലോ മൂഡിലോട്ട് പോവും, വാലിഡേഷൻ ഡിപ്പെൻസി ഉണ്ടാവും. അതായത് ഒരാൾ എണീക്കുമ്പോഴത്തേക്ക് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മോശം വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മൂഡേ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ മൂഡ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യും, നമ്മുടെ ഡൗൺ ആവും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഇനി ശാരീരികമായിട്ടുള്ള എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും കണ്ണുവേദന ഉണ്ടാകുന്നത് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന് പറയും. കണ്ണുവേദനയാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. പിന്നെ ഒന്ന് ടെസ്റ്റ് നെക്കാണ്. ടെസ്റ്റ് നെക്ക് എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റർ, നമ്മുടെ കഴുത്തിൻ്റെ ഒരു പോസ്റ്റർ താഴോട്ട് വരിക എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. പുവർ പോസ്റ്റർ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, പുവർ പോസ്റ്റർ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇനി അടുത്ത് റെഡ്യൂസ്ഡ് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. നമ്മുടെ ഒരേ ഇടത്ത് ഇരുന്നുള്ള ആക്ടിവിറ്റീസ് കൂടുമ്പോഴത്തേക്കും നമ്മളെ ബോഡിക്ക് അത് പല പ്രശ്നങ്ങളുണ്ടാവും. അത് നമ്മുടെ ഫാറ്റ് നമ്മുടെ കൂടുതൽ തടിവയ്ക്കും. നമ്മുടെ ശരീരം ഒന്നും അനങ്ങാതെ ഇരിക്കുമ്പോഴത്തേക്ക് കൂടുതൽ നമ്മൾ വണ്ണം വെച്ചുകൊണ്ടിരിക്കും. ഇനി ഒരു പോസിറ്റീവ് സൈഡ് എന്താണ്? ഇതിനൊരു പോസിറ്റീവ് സൈഡ് സത്യം പറഞ്ഞാൽ ശരിയായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പഠനം, പ്രൊഡക്ടിവിറ്റി, ഹെൽത്ത് ട്രാക്കിങ്ങിന്, ഏണിംഗ് ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക്
കണ്ടിന്യൂസ് ആയിട്ടൊരു മോട്ടിവേഷൻ ഇല്ലാതെ സെൽഫായിട്ട് ഇൻറ്റേർണലായിട്ടൊരു മോട്ടിവേഷൻ ഇല്ലാതെ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ഇത് സ്മാർട്ട് ഫോൺ കൊണ്ട് ഒരിക്കലും ഉപയോഗം ഉണ്ടാകത്തില്ല. സ്മാർട്ട് ഫോൺ കൊണ്ട് എപ്പോഴും അഡിക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം പോലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു കാര്യം അല്ലെങ്കിൽ നല്ലൊരു ഇതുണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രൊഡക്ടിവിറ്റി നമുക്ക് തരത്തില്ല. കാരണം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ രീതിയിലാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു വീഡിയോ കാണുന്നു, അതൊരു നല്ല വീഡിയോ ആയിരിക്കും, തൊട്ടടുത്ത് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ ആക്ച്വലി അങ്ങനൊരു വീഡിയോ ഫേസ്ബുക്കിൻ്റെയോ ഇൻസ്റ്റാഗ്രാമിൻ്റെയോ അൽഗോരിതം നമുക്ക് തരത്തില്ല. കാരണം ഇങ്ങനെ ഒരു വീഡിയോ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതലായിട്ട് നമ്മളെ യൂസ് ചെയ്യാൻ സാധ്യതയില്ല. കാരണം നമുക്ക് നമ്മുടെ മൈൻഡിൽ തോന്നുകയാണ് ഇത് നമുക്ക് നമ്മളുടെ പറഞ്ഞു തരികയാണ് ഇത് കൂടുതൽ നേരം ഉപയോഗിച്ചാൽ പ്രശ്നമാണെന്ന് ഇൻസ്റ്റാഗ്രാം പറഞ്ഞു തരികയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അത്രയും ടൈമാണ് പോകുന്നത്, അത്രയും നേരത്തെ ആഡ് റവന്യൂ ആണ് പോകുന്നത് അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഒരിക്കലും ഇൻസ്റ്റ യൂസ് ചെയ്യുന്നവർക്ക് ഒരിക്കലും നല്ലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ലൈഫ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി ഇതെങ്ങനെ ഓവർകം ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഒരു സെൽഫായിട്ടുള്ളൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? നിങ്ങളുടെ സ്ക്രീൻ ടൈം ചെക്ക് ചെയ്യുക. എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനിയൊരു ഡോപ്പമിൻ റീസെറ്റ് ഉണ്ടാക്കി വയ്ക്കുക. ഡോപ്പമിൻ റീസെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറയുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അത്തരം ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുക. ഇനി ഒരു നോട്ടിഫിക്കേഷൻ കൺട്രോൾ ഉണ്ടാകും. എല്ലാ നോട്ടിഫിക്കേഷനും ഓഫ് ചെയ്തിടുക. ആവശ്യമുള്ള ആപ്ലിക്കേഷൻ മാത്രം നിങ്ങളുടെ മൊബൈലിൽ യൂസ് ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളുടെ പ്രൊഡക്റ്റീവായിട്ട് ചിന്തകളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾസിനെയോ തളർത്തുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അപ്പം മാത്രമേ നിങ്ങൾക്ക് ഒരു നല്ല എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ഗോൾസിലോട്ട് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഇനി ചെയ്യേണ്ട കാര്യം ഫോണൊരു മറ്റൊരു റൂമിലേക്ക് വയ്ക്കുക എന്നുള്ളതാണ്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ ഫോണിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. നമുക്ക് ആവശ്യമുള്ളത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടുന്ന കാര്യം അല്ലെങ്കിൽ ഗോൾസിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നമ്മുടെ ഗാലറിയിൽ സൂക്ഷിക്കുക. ആപ്ലിക്കേഷനും അതുപോലെ തന്നെ യൂസ് ചെയ്യുക. ഇനി ഒരു സ്റ്റഡി നിങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ എയർപ്ലെയിൻ മോഡ് ഇട്ട് വയ്ക്കുക. അത് വളരെയധികം നിങ്ങളെ സ്റ്റഡിയിൽ ഹെൽപ്പ് ചെയ്യും. സ്റ്റഡി ആണെങ്കിലും ഏതൊരു ഗോൾസിനാണെങ്കിലും. ഇനിയൊരു നിങ്ങളുടെ ഹാബിറ്റുകൾ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാബിറ്റ് റീപ്ലേസ് ചെയ്യുക. അതെങ്ങനെ റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുസ്തകം വായിക്കുക, എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. ഈ കാര്യങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഫോൺ റീപ്ലേസ് ചെയ്യുക. ഇനിയൊരു റൂൾസ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഐ കെയറിന് വേണ്ടിയിട്ടുള്ളൊരു റൂളാണ്. ഇതൊന്നും പോസിബിൾ അല്ല എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട, പോസിബിളാണ്. അത് ചെയ്യേണ്ട കാര്യം 20 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 20 മിനിറ്റ് നമ്മുടെ മൊബൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 20 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ദൂരേക്ക് നോക്കി വാളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. ഇനി ചെയ്യേണ്ട കാര്യം 20 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞല്ലോ, 20 സെക്കൻഡ് നിങ്ങൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ 20 മിനിറ്റ് കൂടി നിങ്ങൾ ആ ഒരു റെസ്റ്റിലേക്ക് പോവുക. അപ്പം നിങ്ങൾ എഴുതി വയ്ക്കുക, ഒരു ബുക്ക് എടുക്കുക, എഴുതി വയ്ക്കുക എത്ര സമയം ഈ 20 മിനിറ്റിൽ നിങ്ങൾക്ക് അർജൻറ്റായി, നിങ്ങൾക്ക് ഇത് ഫോൺ നോക്കാൻ തോന്നി എന്ന് എഴുതി വയ്ക്കുക. ഇനി അടുത്ത സ്ലീപ്പ് പ്രൊട്ടക്ഷനാണ്. ബെഡ് ടൈമിന് 1 മണിക്കൂർ മുമ്പ് തന്നെ ഫോൺ ഓഫാക്കി വയ്ക്കുക. അത് ഒന്നാമത്തെ പോയിൻ്റാണ്. ഇനി നൈറ്റ് മോഡ് യൂസ് ചെയ്യുക. നിങ്ങളെല്ലാവരും മൊബൈലിൽ ഇപ്പോൾ നൈറ്റ് മോഡ് ഉള്ളതാണ്. അപ്പോൾ നൈറ്റ് മോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള തോന്നൽ കുറയും. അതെന്തുകൊണ്ടെന്നാൽ ഈ മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന തടയുന്നതിലൊരു പ്രധാന കാരണമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ചെയ്ത് വെക്കാതിരുന്നാൽ ബ്ലൂ ലൈറ്റ് നമ്മുടെ മെലാട്ടോണിൻ യൂസ് ചെയ്യുന്നത് തടയും, നമ്മുടെ മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ തടയും. അത് നമ്മുടെ സ്ലീപ്പിനെ വളരെയധികം കുറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ രാത്രി ആകുമ്പോഴത്തേക്കും കൂടുതലായിട്ട് നൈറ്റ് മോഡ് യൂസ് ചെയ്യുക. ഡിസ്ട്രാക്റ്റിംഗ് ആപ്പുകൾ, സോഷ്യൽ മീഡിയ ആപ്പ് അതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് തന്നെ കളയുക. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ കാര്യം എന്ന് പറഞ്ഞാൽ മോർണിംഗിൽ നമ്മൾ എണീക്കുമ്പോഴത്തേക്ക് ഒരു 10-30 മിനിറ്റത്തേക്ക് മോർണിംഗിൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. ഇനി നൈറ്റ് റുട്ടീനായിട്ട് പറഞ്ഞാൽ കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പേ നമ്മൾ ഫോൺ
ഓഫ് ചെയ്ത് വയ്ക്കുക. വീക്കിലി ഒരു ദിവസം നിങ്ങൾ ഫാമിലിയോട് സ്പെൻഡ് ചെയ്യുക. ആ ദിവസം നിങ്ങൾ ഉറപ്പായിട്ടും മൊബൈൽ ഉപയോഗിക്കില്ല എന്നുള്ളൊരു പ്രോമിസ് നിങ്ങളുടെ സെൽഫിനോട് തന്നെ ചെയ്ത് വയ്ക്കുക. ഒരു പ്രപ്പോസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഒരു മൊബൈൽ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നോക്കുക. എന്നാൽ മാത്രമേ അത് പ്രൊഡക്റ്റീവ് ആവുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു പവർഫുൾ ടൂളാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ സ്വയം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് ബ്രെയിനിനെ തന്നെ കൺട്രോൾ ചെയ്യും. നിങ്ങളുടെ ഓണർ നിങ്ങളാണോ, അതായത് ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്ന ഈ ഫോണാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ചോദിക്കുക സ്വയം. അപ്പോൾ നിങ്ങൾ സ്ക്രീൻ ടൈം നിങ്ങൾ പലപ്പോഴായിട്ട് നോക്കുക. നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങൾ സ്ക്രീൻ ടൈം നിങ്ങൾ എത്ര മണിക്കൂർ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്നത് താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്ത് മാറ്റം നിങ്ങൾ ഇതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. എന്നത്തെ കാലത്താണെങ്കിലും അത് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്രണ്ടിന് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അപ്പോഴത്തേക്കും നിങ്ങളുടെ മൊബൈൽ യൂസ് കുറച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ബൈ.